ലച്ചു മിയാച്ചു ഇങ്ങോട്ട് വാ, നമ്മൾ ആണിപ്പൂവൻ പഴം പഴുത്ത് അമ്മതാ കൊലായി കുട്ടച്ചുണ്ട്, വേഗം വാ. ലച്ചേച്ചി അമ്മ വിളിക്കുന്നുണ്ട്. ആണിപ്പൂവൻ പഴം തിന്നാന്. എത്ര ദിവസമായി തിന്നാൻ കാത്തിക്കുന്നു. വീട്ടിലുണ്ടായ പഴപ്പം നല്ലോണം പഴുത്തേക്ക്. അമ്മക്ക് പോയി തിന്നാം. ആ മിയ വേഗം അമ്മക്ക് പോയി തിന്നാം. ഹായ്, നല്ല പഴം. മോളെ അഞ്ചോ. ആ എന്തേ രുക്കേച്ചി? അതില്ലേ മോളെ, ചിന്നു പവർ ബാങ്ക് വാങ്ങിയേനെ, അവിടെ കറണ്ട് ഇല്ലായിട്ട് അത് തരാൻ വന്നേനു. ആ പവർ ബാങ്കോ? അല്ല നിങ്ങൾ എന്തിനാ ഇപ്പോൾ കൊണ്ടുവന്നേ? കറണ്ടൊക്കെ വന്നിട്ട് നിങ്ങൾ ചാർജൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്നാൽ പോരേനോ? ഇവിടെ ഒരു അർജൻറ്റും ഇല്ലേനു. അത് കുഴപ്പമില്ല മോളെ, ഞങ്ങൾ ഫുൾ ചാർജ് ആക്കി പോരെ, കറണ്ട് ഇപ്പം വരികയും ചെയ്ത്. എന്നാ മോള് പിടിച്ചോ. ആ ചേച്ചി പോവല്ലേ, നിങ്ങൾക്ക് ചായ കുടിച്ചിട്ട് പോവാം. എന്താ ചായയൊക്കെ ഞാൻ പാർന്ന് വെച്ചിട്ടുണ്ട്, ചായ കുടിച്ചിട്ട് പോവാം. അയ്യോ ചായ ഒന്നും വേണ്ട മോളെ, ഞങ്ങളവിടെ ചക്ക പൊങ്ങിയേനു, അത് ചക്കയും ചായയും കുടിച്ച് വരിക. അതിന് ഏതുമില്ലാന്നേ, ഇവിടുത്തെ കുറച്ച് ചായ കുടിക്കുന്നത് എന്താ? നിങ്ങൾ കയറിക്കോളി, ഇത്തിരി ചായ കുടിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിയാ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഇതെന്താ ആണിപ്പൂവൻ പഴോ? നല്ല ഓമനുണ്ടെല്ലാം കാണാനൊക്കെ. ഇതിവിടെ ഉണ്ടായതല്ലേ? ആ രുക്കേച്ചി ഇതിവിടെ ഉണ്ടായതാ, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എടുത്തോളി, ഒരു പഴം തിന്നോളി. എന്നാലൊന്ന് തിന്ന് നോക്കാം. ഇത് മക്കളെ പറഞ്ഞോണം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊക്കെ കുറേ തിന്നുണ്ടാവൂലേ? അല്ലെങ്കിലും അങ്ങനെയാ മോളെ, നാടൻ പഴത്തിന് നല്ല ടേസ്റ്റാ. ആ രുക്കേച്ചി മക്കളൊക്കെ കുറേ തിന്നുണ്ടാവൂലേ? എന്നാൽ ഞാൻ ഒന്നുകൂടി എടുത്തേക്കേ. പറഞ്ഞു രണ്ടാമത്തതും മൂന്നാമത്തതും ഒക്കെ എടുക്കുന്നുണ്ടല്ലോ ഈശ്വരൻ. ചക്ക പൊങ്ങിയപ്പോൾ തിന്നിട്ടേ ഉള്ളൂ, ഒരേലായില്ല. പഴം നല്ല മധുരമുള്ളതിനെ കൊണ്ട്. നിങ്ങൾ തിന്നല്ലേ അല്ലേ? ആ ഞങ്ങൾ തിന്നതാ, കേട്ടണ്ടില്ലേ. നിങ്ങൾ കുറേ തിന്നതിനെ കൊണ്ട് ഇങ്ങനെ വേണ്ടി വരൂലല്ലേ? ഈ ഒന്നും കൂടി എന്നാല് ഞാൻ തിന്നട്ടെ അല്ലേ? നിങ്ങളെല്ലാവരും തിന്നല്ലേ? ഇപ്പോൾ ഇതായിട്ട് ഇവിടെ വെച്ചിട്ട് എന്താ. പിന്നെ ഇവിടെ ഉണ്ടായതായനെ കൊണ്ടാ, നാടൻ പഴമല്ലേ. ഞാൻ പഴമൊന്നും അങ്ങനെ തിന്നല്ല. ആ കണ്ടപ്പോഴേ തോന്നി നിങ്ങൾ തീരെ പഴം തിന്നല്ലാന്ന്. ആ അതും കൂടി എടുത്തോളി. എന്നാ മോളെ ഞാൻ പോട്ടെ, എന്താ ഞാൻ അവിടെ എത്തിയിട്ട് തിന്ന. ആയിക്കോട്ടെ. ഞാൻ എപ്പോഴെങ്കിലൊക്കെ വരുന്നുണ്ട് കേട്ടോ, സമയം കിട്ടുമ്പോഴൊക്കെ വരാം. ആ ആയിക്കോട്ടെ രുക്കേച്ചിയെ. ഉള്ള പഴം മുഴുവൻ തിന്ന് പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന്. ഈശ്വര, എൻ്റെ മക്കൾ കാറ്റ് നോറ്റുണ്ടാക്കിയ പഴമായിരുന്നു. ഐറ്റിങ്ങൾക്ക് ആകെ കിട്ടിയത് 2 പഴ. എന്തൊരു കഷ്ടമാണ് പെണ്ണുങ്ങൾ, എന്ത് തീറ്റിയാണ്. ഒരു പടല പഴമൊക്കെ ഒരാൾക്ക് തിന്നാൻ കഴിയുമോ? അല്ലാത്തൊരു പെണ്ണുങ്ങൾ തന്നെ ചച്ചോന്നാല്. അഞ്ചു ഇനി അറിഞ്ഞിനോ? നമ്മളെ റുക്കൂനില്ലേ വയറിളക്കാൻ പോലെ 10-20 പ്രാവശ്യം പോയി, ഒരു ഡോക്ടറെ അടുത്തുണ്ടാകാൻ പോവുക. ആ റുക്കേച്ചിക്കോ? എങ്ങനെ വരാണ്ട് കുഞ്ച ജാനുവേച്ചിയെ? ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നിട്ട് ഒരു പടല പഴ അപ്പടി ഒറ്റയ്ക്ക് തിന്നാളിഞ്ഞ്.
ഇന്നലെ വന്നിട്ട് ഒരു പടലപ്പഴം അപ്പടി തിന്നാഞ്ഞോ, പിന്നെ എങ്ങനെ വയറാൾ കാണ്ടിക്കൂ? അതല്ലേ ഞാനും പറയുന്നത്, ഇങ്ങനെ ഒരു പടല പഴമൊക്കെ തിന്നാൽ വയറ്റുന്നോക്കല്ല അതിൻ്റെ അപ്പുറവും വരും. അതേതായാലും നന്നാക്കി. ഇഞ്ചെ മക്കൾ ആറ്റ് നോറ്റ് തിന്നാന്നിരുന്നൊരു ആണിപ്പൂവൻ പഴയനും കയറി വരലും വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് ചായ കുടിക്കാൻ വിളിച്ചതാ. അപ്പത്തേക്ക് കയറി ഇരുന്ന് ആ പ്ലേറ്റിലെ പഴം മൊത്തം എടുത്ത് തിന്നാഞ്ഞ്. അങ്ങനെ തന്നെ വേണം, അത് അസലാക്കി വയറ്റുന്നോക്ക് വന്ന്.